ഹലോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതേ ഒരു ബോളി ഉണ്ടാക്കാനാണ്. പക്ഷെ എനിക്ക് ഈ ബോളി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. ശരിയാകോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്നെൻ്റെ മോൻ്റെ പിറന്നാളാണ്. അവന് ഏറ്റവും ഇഷ്ടം പാലടയാണ് ട്ടോ. അപ്പോൾ പാലട എപ്പോഴും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പാലടയ്ക്ക് നല്ല ബെസ്റ്റ് കോംബോ ആണല്ലോ ബോളി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം നമുക്ക് ചെയ്താലോ? അപ്പോൾ ഈ ബോളിക്ക് ഏറ്റവും ആദ്യം ആവശ്യം കടലപ്പരിപ്പാണ്. അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് മേടിച്ചിട്ടുണ്ട്. നമുക്കിതെന്തായാലും വേവിക്കാൻ വെക്കാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇത് ശരിയാകുമോ ഇല്ലയോന്ന് അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കുറച്ച് ചെയ്ത് നോക്കാവേ. മതിയാവുമായിരിക്കും. ഇതൊന്ന് കഴുകി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കപ്പോളം പരിപ്പ് ഉണ്ടാവും. നമുക്കിതൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരുപാട് ഇത് വെന്ത് പോകാനും പാടില്ല കേട്ടോ. അങ്ങനെ വേണം അരച്ചെടുക്കാനേ. സോറി, വേവിച്ചെടുക്കാൻ കേട്ടോ. വേവിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി കാര്യം. അപ്പം നമുക്കിതിനെ വേവിക്കാൻ വെക്കാം. അപ്പോൾ പരിപ്പ് ദേ അടുപ്പത്ത് വെച്ച് അതിരുന്ന് വേവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനുള്ള ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ. നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അല്ലെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പം നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മളിത് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ വേണേ കുഴച്ചെടുക്കാൻ. കട്ടി പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളിപ്പോൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ലെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപ്പ് വന്നിട്ടാണ് ബാക്കി പരിപാടികൾ കേട്ടോ. ഞാനിന്ന് ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് സദ്യ പാലട മിക്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് വേറെ സമയമില്ല ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് ഇനി പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. കണ്ടോ, ഇതിൽ വെള്ളം വറ്റിച്ച് നമുക്ക് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ഉടച്ചെടുക്കണം. ഇനി ആദ്യം നമുക്കിതൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് പഞ്ചസാരയായിട്ട് നമുക്ക് പറ്റിച്ച് എടുക്കണേ.
പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി മിക്സിയിലൊന്നും അടിക്കേണ്ടി വരുമെന്ന് തോന്നണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് നമുക്കിനി പഞ്ചസാര വെച്ച് റെഡിയാക്കി എടുക്കാം. പഞ്ചസാര ഇട്ട് നമുക്ക് ആ മിക്സ് ബോൾസ് ഉണ്ടാക്കണമല്ലോ, അത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറവ് വേണ്ടവർക്ക് കുറവ് ചെയ്യാവേ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, മെൽറ്റാക്കി. ആദ്യമായിട്ട് ചെയ്യണതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം എനിക്ക് തോന്നുന്നു ഇതിനി പ്രത്യേകിച്ച് മിക്സിയിലൊന്നും അടിക്കേണ്ടി വരില്ല എന്ന്. കാരണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. ശരിക്കും വെന്തില്ലെങ്കിൽ മാത്രം മിക്സിയിലൊന്ന് അടിച്ച് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇത് ആറിക്കഴിഞ്ഞതിന് ശേഷം, സോറി ഇടയ്ക്ക് ഓരോ തെറ്റൊക്കെ പറ്റുന്നുണ്ട്. അപ്പം ആറിക്കഴിഞ്ഞതിന് ശേഷം വെന്തിട്ടില്ലെങ്കിൽ മാത്രം. പക്ഷെ ഇത് ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കത് അങ്ങനെ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആറിയതിന് ശേഷം നമുക്ക് ബോളി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഏകദേശം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിയായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മതിയാവേ. അപ്പോൾ ഏലക്കാപ്പൊടി ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഓഫ് ചെയ്ത് വെക്കാം. ആറിയിട്ട് നമുക്ക് ബോൾസ് ആക്കാം. അപ്പം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇത് ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കണേന്ന്. എന്തായാലും നമുക്ക് ബാക്കി ഇതിൻ്റെ അകത്ത് വെച്ച് ഉരുട്ടി എടുക്കാം. നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ നന്നായിട്ട്. മൈദപ്പൊടി തൂവി പൊടി കൂടിപ്പോയോ അറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ പരത്തട്ടെ. ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാ പോരായ്മകളും ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ബോൾസ് ഇച്ചിരി വലുതായി പോയി തോന്നുന്നു ഗൈസ്. സാരില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ വലിയ പെർഫെക്റ്റ് ആൾക്കാരൊന്നും. ബോളി ഞാൻ ഇവിടെ ഒരു പരുവത്തിലേക്ക് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും എൻ്റെ ബോളി ശരിയായിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ കാണുമ്പോൾ ഏകദേശം ആ ലുക്കൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ആ ഒരു ടെക്സ്ചർ ആ ഒരു ബോളി പോലെ വന്നിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ടൊന്നും പിന്തിരിയില്ല ഗൈസ്. ഞാൻ ഇനിയും ഉണ്ടാക്കും. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. എന്തായാലും ഇത് ഞാൻ പായസത്തിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ.
കഴിച്ചു നോക്കാം. ടേസ്റ്റ് അടിപൊളിയാട്ടോ. നന്നായിട്ടുണ്ട്, പക്ഷേ ശരിയാവാനുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ. സൂപ്പർ.